നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്ന കുറച്ച് ആൻഡ്രോയിഡ് ലോഞ്ചേഴ്സ് ആണ്. 1, 2, 3, 4 ഉള്ളൂ. ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിൽ ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സീരീസ് ആയിരുന്നു നോവ ലോഞ്ചറിൻ്റെ സെറ്റപ്പുകൾ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നോവ ലോഞ്ചർ ഇപ്പോൾ അവർ ഡെവലപ്മെൻ്റ് ഇല്ല, അത് മൊത്തത്തിൽ ആളുകൾ കളഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗുണങ്ങളില്ല, ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഡു ഇറ്റ് ടു. അതുകൊണ്ട് തന്നെ ഞാൻ നയഗ്ര ലോഞ്ചറിൻ്റെ സെറ്റപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നയഗ്ര ലോഞ്ചർ അല്ലാതെ വേറെ ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലോഞ്ചേഴ്സ് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഇല്ലെങ്കിൽ നമുക്ക് നയഗ്ര ലോഞ്ചർ വെച്ചിട്ടുള്ള കുറച്ച് സെറ്റപ്പുകൾ പരിചയപ്പെടാം. അതിനു മുന്നേ നമ്മുടെ ഓരോ ലോഞ്ചേഴ്സായിട്ട് നോക്കാം. ഒന്നാമത്തത് DNA ലോഞ്ചർ. ബൈ ഫാർ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോഞ്ചറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്നത് പോലെ ഒരു ഹോളോഗ്രാഫിക് ലെവലിലാണ് എല്ലാ ആപ്പുകളും നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ വരും. ഇതെപ്പോഴും അടിപൊളിയാവുന്നത്, ഏറ്റവും കാണാൻ ബ്യൂട്ടിഫുൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ആപ്സ് ഉണ്ടെങ്കിൽ. എൻ്റെ ഫോണിൻ്റെ അകത്ത് ഏകദേശം 400 മേളിൽ ആപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫോണിൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷൻ കാണാൻ ഭയങ്കര രസമായിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ആപ്പായി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ആപ്പ് യു വോണ്ട്. മൊത്തത്തിൽ ഭയങ്കര മിനിമലാണ്. ജസ്റ്റ് മേളിലായിട്ട് നമ്മുടെ ടൈം കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നടുക്കായിട്ട് ഒരു ഹോളോഗ്രാഫിക് ലെവലിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. കോള്, മെസ്സേജിങ്, ക്യാമറ, ആൽബം, പിന്നെ ഫുൾ ആപ്പ് ലിസ്റ്റ് നമുക്ക് ബോട്ടം സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ദ ഓൺലി പ്രോബ്ലം ഈസ് ഇതിൻ്റെ അകത്ത് ആഡ് ഉണ്ട്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഡ് വരില്ല. നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ നിങ്ങൾ പ്രോ വേർഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ആഡിനെ കളയാനായിട്ട് സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തോന്നിയൊരു ലോഞ്ചറാണ്. ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തത് സ്ക്വയർ ഹോം. ഈ സ്ക്വയർ ഹോം എന്തുകൊണ്ട് ഞാൻ പിക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എത്ര പേര് നമ്മുടെ ജെൻസി പിള്ളേരൊക്കെ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കിയ എന്ന ബ്രാൻഡിനെ മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്തതിന് ശേഷം അവരിറക്കിക്കൊണ്ടിരുന്ന നോക്കിയ ഫോണിൻ്റെ അകത്ത് വിൻഡോസ് ആയിരുന്നു. എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോണുകളായിരുന്നു അതെല്ലാം. ആ ഒരു തീമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ആൻഡ്രോയിഡ് ഫോണിനെ സെറ്റ് ചെയ്യാൻ പറ്റും. കുറേ ടൈലുകളായിട്ടാണ് വരുന്നത്. ഈ ടൈലുകളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഓരോ ആപ്പ് നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ആ ആനിമേഷനും അതേപടി തന്നെ ഈ ഒരു ലോഞ്ചിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടത്തെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വിൻഡോസ് ടൈൽ തീമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം. ഒരു ചെറിയ ആപ്പാണ്. അടുത്തത് സ്റ്റാരിയോ ലോഞ്ചർ. മിനിമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമലാണ്. എന്നാൽ മിനിമലിസം എന്ന് പറയുന്ന സമയത്ത് ഓവർ മിനിമലിസം കാണിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമില്ല. മിനിമലാണ്, പക്ഷേ അത്യാവശ്യം നമുക്കൊരു കളർഫുൾ ആയിട്ടുള്ളതും കുറച്ച് ഡിസൈൻ എലമെൻറ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഹോം സ്ക്രീനിൽ നമുക്ക് ആകെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ടൈം കാണിക്കുന്നുണ്ട്, പിന്നീട് ഒരു വിഡ്ജറ്റ് വരുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്. ഏറ്റവും മേളിലായിട്ട് നമ്മുടെ ലൊക്കേഷനിലുള്ള വെതർ അല്ലെങ്കിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് കാണിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ എന്നുള്ള ഒരു വിഷും അവിടെ മേളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആപ്പ് ഡ്രോവറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓരോ ആപ്പും ഈ ഒരു ലോഞ്ചർ സോർട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ട്. ഗെയിമുകൾ മൊത്തം ഒരു കാറ്റഗറി, പിന്നെ അൺസോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി, മ്യൂസിക് മൊത്തം ഒരു കാറ്റഗറി, എൻ്റർടൈൻമെൻറ്റ് ഒരു കാറ്റഗറി, സോഷ്യൽ വേറൊരു കാറ്റഗറി, നാവിഗേഷൻ വേറൊരു കാറ്റഗറി. ഭയങ്കര ഈസി ആയിട്ട് ഇതിനകത്ത് അവർ ഓരോ ഫോൾഡർ ആക്കി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഫോൾഡറിനകത്ത് കയറി സാധനം ഉപയോഗിക്കാം. അത്യാവശ്യം കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹിക്കപ്പ് ഉണ്ട്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊള്ളാം. ഇത് ഏതാണ്ട് ഒരു പിക്സൽ തീം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അക്യുറേറ്റ്ലി പിക്സൽ തീമല്ല, ബട്ട് ഏതാണ്ട്. ഞാൻ ഡെയിലി ഡ്രൈവറായിട്ട് എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ലോഞ്ചറാണ് അടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഡൂം സ്ക്രോൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഈ ഫോൺ ഭയങ്കര എക്സസീവായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി യുവർ ബെസ്റ്റ് ചോയ്സ്. ഒയാസിസ് ലോഞ്ചർ എന്നാണ് ഈ ഒരു ലോഞ്ചറിൻ്റെ പേര്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇത് വരുന്നത്. വളരെ മിനിമൽ. ഇതിനകത്ത് വാൾപേപ്പർ ഇല്ല, കളേഴ്സ് ഇല്ല, ഒന്നുമില്ല. ടൈം എഴുതിയിട്ടുണ്ടായിരിക്കും, ഗൂഗിൾ സെർച്ച് എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ എടുക്കാൻ പറ്റും, ക്യാമറ എടുക്കാൻ പറ്റും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ലിസ്റ്റുകൾ മൊത്തം കിട്ടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്ജറ്റ് സെറ്റ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കലണ്ടർ അവിടെ ആഡ് ചെയ്യാൻ പറ്റും, നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആപ്പ് യൂസേജ് ഇൻഫോസ് അതെല്ലാം അവിടെ കാണാൻ പറ്റും. ഓൾറെഡി നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള വിഡ്ജറ്റുകളെല്ലാം ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യപ്പോഴാണ് കാണാൻ പറ്റുന്നത്.
പ്രോ വേർഷനിലാണ് ഇതിനെ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഫ്രീ വേർഷനിൽ ബേസിക് ഫീച്ചേഴ്സേ ഉള്ളൂ. പക്ഷേ ഈ ബേസിക് ഫീച്ചേഴ്സ് ഇസ് മോർ ദാൻ എനഫ്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഇല്ല, വേറെ ഒന്നുമില്ല. ഫോണിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ OSS ലോഞ്ചറിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 30 മിനിറ്റത്തേക്ക് നിങ്ങളെ ലോക്ക് ഔട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ലോക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ ദ പ്രോബ്ലം ഇസ് പ്രോ വേർഷൻ എടുത്താൽ മാത്രമായിരിക്കും അത് പറ്റുക. സോ ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് കോണ്ടന്റും തന്നിട്ട് നിങ്ങൾക്ക് ഈ നയഗ്ര ലോഞ്ചറിൻ്റെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ നയഗ്ര ലോഞ്ചർ സെറ്റപ്പുകൾ വരുന്നുണ്ട്. മാക്സിമം ഞാനത് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കപ്പ് ഫയലുകൾ ഉൾപ്പെടെ വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ ലോഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ലോഞ്ചേഴ്സ് പരിചയപ്പെടുത്താം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. I'm trying to build this channel way up. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. നന്ദി.